അതെ, നരേന്ദ്രൻ തന്നെ. കൂടുതൽ അടുത്തറിയുന്നവർ നരിയെന്ന് വിളിക്കും. നീ എന്താ ഇവിടെ? ശിവദാസ, ഞാൻ വന്നതേ ഉപദ്രവിക്കാനല്ല, സംരക്ഷിക്കാൻ. ജയിൽവാസം ചില തിരിച്ചറിവുകളൊക്കെ തന്നു കാണുമല്ലോ. ഇനിയെങ്കിലും എന്റെ കൂടെ നിന്നുകൂടെ തനിക്ക്. നിന്റെ കൂടെ നിൽക്കാനോ? എന്റെ തമ്പുരാനെയും തമ്പുരാട്ടെയും ചതിച്ചു കൊന്നുവരാൻ നീ? എന്താണ് ശിവദാസ ഇതൊക്കെ? തമ്പുരാനും തമ്പുരാട്ടിക്കും തീപ്പൊള്ളിലേക്കുമ്പോ നീയും നിന്റെ കുടുംബം അല്ലായിരുന്നോ കൂടെ? ആ സമയത്ത് ഞാൻ ആ പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെങ്ങനാ ഞാൻ തമ്പുരാനെയും തമ്പുരാട്ടിയും കൊല്ലുന്നത്? അല്ല, കള്ളം പറഞ്ഞാലും അതിനൊരു ലോജിക്ക് വേണ്ടേ? അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയില് കോടികൾ വില മതിക്കുന്ന മണിമാല തട്ടിയെടുക്കാൻ വേണ്ടി തമ്പുരാനെയും തമ്പുരാട്ടിയെയും നീ കൊന്നു. അതെ, നാട്ടിലുള്ള കൊച്ചു കുട്ടികൾ മുതല് കുഴിയിലോട്ട് കാല് നീട്ടി ഇരിക്കുന്നവർക്ക് വരെ അറിയാവുന്ന കഥയാ. കഥ മെനഞ്ഞത് നീയല്ലേ? അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഞാനിപ്പോ വന്നത് ആ മണിമാലയുടെ ഡീലിങ്സിന്. അതിങ്ങ് തന്നേക്ക്. വെറുതെ വേണ്ട, പകരമായിട്ട് ഞാൻ ശിവദാസനെ ജയിലിൽ നിന്ന് പുറത്തിറക്കി തരാം. എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുകയും ചെയ്യും. അല്ലാതെ അതിബുദ്ധി കാണിച്ച് എന്റെ കയ്യിൽ ഇനിയും ചോര പറ്റിക്കരുത്. നരേന്ദ്ര, നിന്റെ കയ്യിലെ ചോരപ്പാട് കഴുകിക്കളയും മുമ്പ് നീ നിന്റെ കൂട്ടാളി രമാദേവിയുടെയും ഭദ്രന്റെയും കയ്യിൽ നിന്റെ അച്ഛന്റെ ചോരക്കറ പറ്റിയിട്ടുണ്ടോ എന്ന് പോയി നോക്ക്. അതടാ, നിന്റെ അച്ഛനെ കൊന്നതിന്റെ പിന്നിൽ ആരാണെന്ന് ചെന്ന് അന്വേഷിക്കും. ആരാ? മുറി മാറി കയറിയ സാർ. ഈ 306 എവിടെ? റിസപ്ഷനിൽ ചോദിച്ചാൽ മതി. താങ്ക്സ്. ആരാ അത്? എനിക്കറിയില്ല. അതൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ. അതൊരു മാറ്റമൊന്നുമില്ല. ശരി, എന്നാ ഞാനവിടെ വിളിക്കാം. എന്തായി കുഞ്ഞോളെ, ശിവദാസൻ അനുശോചനം അറിയിച്ചോ? സ്വന്തം മരണത്തിന്റെ അനുശോചനം നേരിട്ടറിയുന്ന ആദ്യത്തെ പരേതൻ. വധശിക്ഷ കാത്തിരിക്കുന്ന പ്രതിക്ക് പോലും ഇങ്ങനൊരവസ്ഥ ഉണ്ടായിക്കാണില്ല. എന്താ കുഞ്ഞോളെ, ഞാൻ പറഞ്ഞിട്ട് കുഞ്ഞോൾക്കെന്തോ അത്ര സൂഹിക്കാത്ത പോലെ. ശിവദാസന് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടാ ഞാൻ വരുന്നത്. അത് നടന്നിരിക്കണം. ഇന്ന് രാത്രി തന്നെ ശിവദാസൻ ഈ ഭൂമി വിട്ട് പോയിരിക്കണം. അതിനുള്ള ഊരാക്കുരുക്കൊക്കെ ഈ ഭദ്രൻ കുരുങ്ങി കഴിഞ്ഞു. ബാക്കിയൊക്കെ പിള്ളേർ ചെയ്തോളൂ. അത് മതി. അത് നരിയുടെ വണ്ടിയാണല്ലോ. ആര്? നരേന്ദ്രന്റെയോ? അതെ, നരിയുടെ. നരി എന്താ ഇവിടെ? ഈ ഭദ്രേട്ടൻ ആദ്യം മുതലേ എന്നോട് പറയുന്നതാ ഈ നരിയെ സൂക്ഷിക്കണമെന്ന്. ഈ ഫുട്ബോൾ കളിയിൽ നിന്ന് പന്തടിച്ച് കളിക്കുന്നവരൊരു പേര് പറയുമല്ലോ കുഞ്ഞുങ്ങളെ, എന്തത്? ഫോർവേഡ്. അതാണ് നരി, ഫോർവേഡ് കളിക്കാരൻ.
ഗോൾ അടിക്കുകയും ചെയ്യാം, ഗോൾ തടുക്കുകയും ചെയ്യാം. സൂക്ഷിക്കണം അവനെ. ഇത് നരി ഇറങ്ങി കളിക്കുന്ന ഒരു പാരലൽ ഗെയിമാ. നമുക്ക് പോവാം. ഇയാളെന്താ ചിന്തിച്ചു കൂട്ടുന്ന? ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാ. ആകെ ഒരു മൂഡ് ഓഫ്. ഒന്നുമില്ല. അതല്ല, എന്തോ ഉണ്ട്. എന്താ തന്റെ മുഖം ഇങ്ങനെ കടന്നിൽ കുത്തിയിരിക്കുന്നത് പോലെ? എന്തോ ഒരു പന്തികേടുള്ള പോലെ. പന്തികേടോ? എന്ത് പന്തികേട്? നമ്മളറിയാതെ ആരൊക്കെയോ അവിടെ ഉള്ള പോലെ. എന്നുവെച്ചാ ആ ഹോസ്പിറ്റലിൽ ആരൊക്കെയോ എന്തോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന പോലെ. ഒരപകടം പതിയിരിക്കുന്ന പോലെ. പരിചയമുള്ളതും കണ്ടു പരിചയമില്ലാത്തതുമായ പല പല മുഖങ്ങൾ നമ്മളെ ശ്രദ്ധിച്ചിരുന്നു. ഒരു വക്കീലും കൂടെയായി എനിക്ക് അത് വേഗം മനസ്സിലാക്കാൻ കഴിയും. ഇനി എന്ത് ചെയ്യും? എന്തെങ്കിലും വഴി ഭഗവാൻ കാണിച്ചു തരാണ്ടിരിക്കില്ല.